കേരളവർമ്മ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പ്രാവശ്യം പ്രണയിച്ചു? ഇല്ല, ഒരു കാലത്തും ഇല്ല. അവിടെ അമ്മയുടെ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ വിവേകോദയം ബോയ്സ് ഹൈസ്കൂളാണ്. അവിടെ പെൺകുട്ടികളില്ല. അവിടെയാണ് പഠിച്ചിട്ട്, അവിടെയാണ് ടീച്ചറെ പ്രേമിച്ചത്. അത് കഴിഞ്ഞിട്ട് കോളേജിൽ ചേരുന്നു, കേരളവർമ്മ കോളേജില്. ഞാൻ പഠിച്ച കോളേജ്. അത് വെരി ഗുഡ്. ഊട്ടിയൊക്കെ അറിയാലോ? ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ല. എനിക്ക് ഊട്ടിയിൽ പോകേണ്ടി വന്നിട്ടില്ല. ഊട്ടി എന്ന് പറഞ്ഞാല് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കോളേജിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ശ്രീ അല്ലസ് രാമേന്ദ്രേട്ടൻ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ കാമുകിയുടെ ഒപ്പം പോയിക്കൊണ്ട സ്ഥലം. ഓക്കെ, ക്ലിയർ? പറഞ്ഞോളൂ. അമ്മ എന്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം, പ്രണയിക്കരുത്. ഇപ്പോ ഇനി നീ പോകുന്നത് ഒരു മിക്സ്ഡ് കോളേജ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള കോളേജിലേക്കാണ്. അവിടെ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളെ കാണും. അങ്ങനെ പെൺകുട്ടികളെ അഥവാ കണ്ടാൽ അവരുടെ കാൽ മാത്രം നോക്കണം, വേറെ ഒരു പോർഷനും നോക്കരുത്. ഈ ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ടാണ് കേരളവർമ്മ കോളേജിൽ ചേരാൻ സമ്മതിച്ചത്. അപ്പോ അവിടെ വന്നപ്പോൾ ഞാൻ എല്ലാ കുട്ടികളുടെയും കാല് നോക്കും, ഭംഗി നോക്കും, പക്ഷെ കൂടുതൽ നോക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഇതിനാണ് ചില ആൾക്കാർ ദോഷകൃക്കൾ പറഞ്ഞത്, ഈ അല്ലസ് രാമേന്ദ്രന്റെ പണി വായ്നോട്ടമല്ല കാൽനോട്ടമാണ്. അത് ഏകദേശം ശരിയായിരിക്കും. കോളേജ് വിട്ടപ്പോഴേക്കും അമ്മയുടെ ആ നിബന്ധന മാറി. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഞാൻ അങ്ങനെ ഡൽഹി പോയി. അപ്പൊ അതുവരെ നോക്കാതിരുന്ന എല്ലാ സ്ഥലത്തേക്കും നോക്കി തുടങ്ങി. പക്ഷെ അവരും ഇങ്ങോട്ട് നോക്കാതെയായി. അത് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു 2-way ട്രാഫിക്കാണ്. ഇറ്റ്സ് നോട്ട് എ 1-way ട്രാഫിക്. ഞാൻ വലിയ ഇൻട്രസ്റ്റിൽ ഒരു പെൺകുട്ടിയെ നോക്കുക, അവര് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുക ചെയ്യുന്നത്. കാരണം ഞാൻ അന്ന് ഇത്രയും ഒന്നും ഒരു തടിയൊന്നുമില്ല, വളരെ മെലിഞ്ഞൊരു കോല് മാതിരിയായിരുന്നു. ആർക്ക് വേണം ഒരു കോലിന്? അതെ, സത്യമാണ് പറയുന്നത്. അപ്പൊ താങ്കൾക്ക് പിന്നീട് ശിഷ്ടകാലം മുഴുവൻ 1-way ട്രാഫിക് പ്രണയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അത്രേ കുറച്ചു കാലത്തേക്ക് നടന്നുള്ളൂ. പിന്നെ അവിടുന്ന് മാറി കുറച്ച് ബോഡി ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വന്നപ്പോ ഞാൻ നോക്കുമ്പോ അവരിങ്ങോട്ടും നോക്കും എന്നുള്ള ഒരു സ്റ്റേജ് വന്നു. മാത്രമല്ല അപ്പോഴേക്കും എന്റെ പൊസിഷനും ഇംപ്രൂവ് ചെയ്തു. ഓക്കെ, ഞാൻ വെറും ഒരു ക്ലാർക്ക് എന്നുള്ളതിൽ നിന്ന് ഓഫീസർ ആവണു, മാനേജർ ആവണു, സൂപ്രണ്ട് ഓഫ് ബ്രാഞ്ചസ് ആവുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പെൺകുട്ടികള് ഇങ്ങോട്ട് വർത്തമാനം പറയാൻ വരും, ഞാൻ അവരോടും പറയും. എന്നിട്ട് പക്ഷെ അതൊരു പ്രണയം ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പൂർണ്ണ തോതിലുള്ളൊരു പ്രണയത്തിലേക്ക് താങ്കൾ വന്നില്ല? ഇല്ല. ഇൻഫാക്ച്വേഷൻ തരത്തിൽ നിന്ന് മാറിയില്ല? അങ്ങനെ അത്രയ്ക്കൊന്നും വന്നില്ല. ഒരു ഇൻഫാക്ച്വേഷൻ പോലുമില്ല, ഇല്ലാതെ വന്നു. അതെ. അപ്പൊ അങ്ങനെ ഇന്ദുവിനെ വിവാഹം കഴിക്കുമ്പോൾ താങ്കൾ ആദ്യമായിട്ട് പ്രണയിക്കുകയായിരുന്നു? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ഒരു പെണ്ണിനെ ശരിക്കും കാണുന്നത് കല്യാണത്തിന് ശേഷമാണ്. അത് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു അവൾക്ക് പോലും. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ശ്രീ അല്ലസ് രാമേന്ദ്രൻ സത്യമാണോ പറയുന്നത്? സത്യം മാത്രമേ പറയുന്നുള്ളൂ. താങ്കൾക്ക് ശിശു മനസ്സാവുന്നു, കുട്ടികളുടെ മനസ്സ്. വളരെ ശരിയാ. ന്യായത്തിന് ഉപരി വസ്തുതാനികത്തിന് ഉണ്ടെങ്കിലും വളരെ താഴ്ന്ന ശിശു മനസ്സുള്ള ഒരു വ്യക്തിയാണ് എം രാമേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അത് വളരെയേറെ സന്തോഷിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ഏറെ ആഴത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു ശിശു മനസ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അദ്ദേഹം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ചെറിയ കാര്യം മതി ഒരുപക്ഷെ ശ്രീ അല്ലസ് രാമേന്ദ്രൻ പിണങ്ങാൻ. മതിയാകാം. പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ സത്വം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാറുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് ഞാൻ പ്രത്യേകിച്ച് നോക്കാറുണ്ട്. അതായത് താങ്കളുടെ എല്ലാ ചുവടുവെപ്പുകളിലും കൃത്യമായ കണിശതയും കർക്കശഭാവമുണ്ട്. അതുണ്ട്. മക്കളോട് പോലും മത്സരമാണ്. മത്സരം എങ്ങനെയാ മക്കളോട്? ഈ കണിശതയുടെയും കർക്കശത്തിന്റെയും കാര്യത്തിൽ അവര് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലത്. അത് ഇപ്പൊ ഒരു സെക്കൻഡ് നോക്കാം. അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡ്ലെസ് ബുക്ക് ഓഫ് നോളജ് ആണ്.
അച്ഛൻ എന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞന്ന് പഠിപ്പിച്ച് അങ്ങനെയല്ല. ബട്ട് ദ വേ ഹി ഈസ് ലിവിംഗ് ഹിസ് ലൈഫ്, there are several prominent aspects that have influenced me. The things like he loves without any limits, and he also forgives very easily. എന്ത് വലിയ തെറ്റ് ചെയ്തിട്ടും അച്ഛൻ്റെ അടുത്ത് വന്ന് സോറി ഇനി റിപ്പീറ്റ് ചെയ്യില്ല, പ്ലീസ് ഫർഗിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത് അപ്പം തന്നെ മറന്നു. ഹി ഡസന്റ് ഹോൾഡ് എ ഗ്രഡ്ജ്. നല്ല കുട്ടികൾ അങ്ങനെയായിരിക്കണം. മകള് പറഞ്ഞ വേറൊരു ഭാഗമുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. വേണ്ട, കാണിക്കണ്ടല്ലോ. വേണ്ട, ഏതാ വേണ്ടെച്ചാൽ അത് മാത്രം കാണിച്ചാൽ മതി. നല്ലത് മോശം കാണിക്കണ്ട, മോശം സാധനങ്ങളൊന്നും കാണണ്ട. എന്താണ് അറിയാൻ വരാൻ പോകുന്നത് എന്താണെന്നുള്ളത്. ഒരു പ്രത്യേക ശുപാർശ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ഒഴിവാക്കാം. പ്രത്യേക ശുപാർശ കണ്ടോ, എന്തൊരു സുരക്ഷിതത്വ കുറവാണ് CM രാമേന്ദ്രന് പിള്ളേരുടെ മുമ്പിൽ. എനിക്ക് അങ്ങനെ ഒരു കുറവില്ല. പക്ഷെ നിങ്ങളാണ് പറഞ്ഞത് അത് നല്ലതല്ലായിരിക്കും, എത്ര അങ്ങനെ പറയുമ്പോ പിന്നെ ഒരു കാര്യം മക്കൾക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി ഈ അച്ഛൻ സമ്മതിക്കില്ല. മകനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു, അവസാനം അവനോട് പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞില്ല. അവന് ചെയ്യാൻ പറ്റാതെ വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അപ്പൊ എത്ര കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, അവന് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴേ ഇപ്പൊ അവൻ പറയാണ് ഇപ്പൊ നമ്മൾ അതിലേക്ക് കടന്നാലേ അതൊരു ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഈ ബിസിനസ് എന്ന് പറയുന്നതില് അത് ബാങ്കിന്റെ ക്രെഡിറ്റ്സിലാണ് ഇന്ന് അപ്പൊ അത് കൺട്രോൾ ചെയ്യുക. ഒരു പുതിയ തലമുറയ്ക്ക് അവരുടേതായ ഒരു ഭാവുകത്വവും താളവും ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എന്റെ മോനെ ഇത് നിനക്ക് ആയിട്ടില്ല. ഇതിൽ നിന്ന് എപ്പോ ഞാൻ ഒഴിവാകുന്നു അപ്പോ നീ ഇതില് എന്താ വേണ്ടത് ചെയ്തത്. ഇപ്പൊ യൂഷ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ അത് ചെയ്യാം. പക്ഷേ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ വെറുതെ വറീഡ് ആവണ്ട. മകനത്ര ഇഷ്ടപ്പെട്ടില്ല അത് ആ സമീപനം? ഇല്ല, വളരെ ഇഷ്ടപ്പെട്ടു. ആണോ? വേണമെങ്കിൽ ഒരു ബൈറ്റിലേക്ക് പോകാം. He's taught me by doing rather than saying. So there were no words of wisdom or rules or lessons, and yet he's made me the man that I am today. And the older I get, I find more and more of him in me. So I respect the man that he is. I'm grateful for what he's taught me, and I'm proud to be my father's son. He gave me the warmest welcome to this family, and he treats me like I'm his own child. He's very caring, open-minded, and very loving human being. I'm very, very happy and truly blessed to be part of his family. താങ്കളുടെ സാമ്രാജ്യത്തിൽ താങ്കൾ ഏക ഛത്രപതിയാണ്. എനിക്കൊരു സാമ്രാജ്യവുമില്ല, ഞാനൊരു ഏകഛത്രാധിപതിയാവാൻ ഇഷ്ടവുമില്ല. അക്ഷരശ്ലോകം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും വരാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധയിനം വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന അങ്ങ് ഈ അക്ഷരശ്ലോക പ്രസ്ഥാനവുമായി ബന്ധപ്പെടുവാൻ ഇടവന്ന സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണിത്. പീറ്റർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും അക്ഷരശ്ലോക പരിഷത്ത് വളരെ നന്നായി പോകുന്നത്. അതിന്റെ സെക്രട്ടറി ഒരു സാമ്പിൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അക്ഷരശ്ലോകത്തിന്റെ. നേരിട്ടിപ്പാതിരാവിൽ പ്രിയനുടെ അരികത്തേക്ക് താനേകമിക്കും നാരിത്തയ്യിന്നു ഞെട്ടുന്നിടി മുരജരവം മിന്നൽ പൊന്നിൻ പ്രദീപം. ഒരാരാധിക കാത്തു നിൽക്കുന്നു. എന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിന് ശരിക്കും അറിയാനായിട്ട് ഒരു താല്പര്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ അധികം പ്രായമായിട്ടില്ലെങ്കിൽ പോലും സ്റ്റിൽ ഒരു യങ്സ്റ്റർ ലെവലിലുള്ള എനർജി കീപ്പപ്പ് ചെയ്യുന്നത്. അതായിരിക്കാം സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും സൗന്ദര്യം എങ്ങനെയാണ് അങ്കിൾ കാത്തു സൂക്ഷിക്കുന്നത്? ഒറ്റ വാക്കിൽ മാത്രം എനിക്ക് ഒബ്ജക്ഷൻ ഉള്ള ആ കുട്ടിയോട്. എന്താ എന്തിനാ ഇപ്പൊ അങ്കിളിന് വിളിക്കേണ്ട കാര്യം? സാരില്ല, പോട്ടെ, ക്ഷമിച്ചു. ഭാരതൻ നമ്മളെ എപ്പോഴും അങ്കിൾ നല്ല വിളിക്കുക, എല്ലാവരെയും അങ്കിളിനെ വിളിക്കാം. ആ അർത്ഥത്തിൽ മാത്രമാണ് വിളിച്ചതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതെ, അങ്ങനെയല്ല. ഓക്കെ. സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് മനസ്സിന്റെ നന്മ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മളുടെ മുഖം നമ്മൾ നോക്കണം. അപ്പൊ അത്യാവശ്യം ചില ക്രീമുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ
കൊലവിളി നടത്തും ശ്രീ അല്ലസ് രാമേന്ദ്രൻ. എന്താ പ്രകടനം! അമേരിക്കയെ ഞാൻ ഇങ്ങനെ കുത്തിക്കൊല്ലും എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ അമേരിക്കയിൽ നിന്ന് വരണം ശ്രീ അല്ലസ് രാമേന്ദ്രൻ. ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ. ഇപ്പൊ അതെല്ലാം ഇന്ത്യയിലും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടിരുന്നു. ഇവര് നിലനിർത്താൻ പറ്റിയ ഭക്ഷണം ഏതാണ്? ഫ്രൂട്ട്സ്. നല്ല നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. പ്രേക്ഷകർക്കുള്ള ഉപദേശമാണ് നല്ല മനസ്സ്. വല്ലപ്പോഴും മാത്രമേ കള്ളം പറയാവുള്ളൂ. കള്ളം പറയരുത് ഒരിക്കലും. അതെ, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലത്തെ കള്ളങ്ങൾ മാത്രമേ പറയാവുള്ളൂ. അടുക്കും ചിട്ടയാളുടെ ജീവിതം, ഇതൊക്കെയാണ് ശ്രീ അറ്റ്ലസ് രാമേന്ദ്രനെ തനതായ വ്യക്തിത്വം പ്രദാനം ചെയ്യുന്ന ഘടകങ്ങൾ. ഒരുപക്ഷെ താങ്കളുമായിട്ടുള്ള സംഭാഷണം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. ഇത്ര വേഗം എനിക്ക് ഉറപ്പുണ്ട് ഈ അഭിമുഖത്തെ തെല്ലും വിരസതയില്ലാതെ കാണും. താങ്കൾ ഇഷ്ടപ്പെടുന്ന ജനകോടികൾ ഈ അഭിമുഖം കണ്ട് ആസ്വദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായി പങ്കുവച്ചതിന് താങ്കൾക്ക് പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.